ഇന്നേ ഒരു ബീഫ് ഫ്രൈൻ്റെ വീഡിയോ കേട്ടോ. കാരണം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം. കാരണം ഈ ബീഫൊക്കെ കൂടുതൽ മസാലകളൊന്നും ആവശ്യമില്ലാതെ തന്നെ നല്ല രസമാണ്. പക്ഷെ ഇതിൽ അത്യാവശ്യം മസാലയൊക്കെ ഇട്ടിക്കണേ, പൊടികളാണ് ഇട്ടിട്ടുള്ളത് അധികം. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മളെ ബാച്ചലേഴ്സിന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുരുമുളകും കുറച്ച് ജീരകവും, 1/2 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി റെഡിയാക്കി, ഒരു അര ഉള്ളി, അര തക്കാളി, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ആട്ടോ. ഗരം മസാല വളരെ കുറച്ച് മതി. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി പൊടിക്കണം കേട്ടോ. ഇനി ആ പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും, ആവശ്യത്തിന് ഉപ്പ്, ലേശം വെളിച്ചെണ്ണ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 6 വിസിൽ മിനിമം, 7 അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ലോ ഫ്ലെയിമിലാണെങ്കിൽ 5 മതി. ഞാൻ കറക്റ്റ് 7 വിസിലാണ് അടുപ്പിച്ചത് കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. വേവ് കറക്റ്റാണ്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച്, പിന്നെ നല്ല ഫ്ലെയിമിലിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും. ഏകദേശമൊക്കെ ഇങ്ങനെ വറ്റി വന്നു. ഇനി കറിവേപ്പില, ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണത് നല്ലതാട്ടോ. എരിവൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലേ ഒരു രസമാണ്. ഈ ബീഫ് പൊരിക്കണമൊക്കെ അടുപ്പത്തു നിന്ന് തന്നെ ഒരു കഷ്ണം തിന്നില്ലെങ്കിലേ ആഹാ, കറക്റ്റ് വേവ്, നല്ല മസാല. സാധനം സെറ്റായി, സംഭവം റെഡിയായി. ഇത് ചൂടോടുക്കനെ തന്നെ അടുപ്പത്തുനിന്ന് കോരിയിട്ട് തീക്കിടണം. ഇന്നത്തെ ലഞ്ച് ഇതാണ്. വേറെ ഇതിക്ക് കഞ്ഞിയോ ചോറൊന്നും വേണ്ട. നല്ല ഇങ്ങനെ മുരിച്ചിട്ട് ഒരു ഉള്ളി കഷ്ണം കൂട്ടിയിട്ട് ഇതിക്ക് നല്ല നാരങ്ങ വെള്ളം വേണം. നല്ലോണം വേവും ചെയ്തേക്കണം. അപ്പം ശരി.